പതിറ്റാണ്ടായി വടക്കാഞ്ചേരിയുടെ കന്നഡ വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കന്നഡ വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ പരിശോധന, ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ഗ്ലെയർ ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ, ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം, എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ, ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ. ജോൺസൺ കന്നഡ വ്യാപാരം, ജോൺസ് ടവർ, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. ഫോൺ 94963474. മനുഷ്യാവകാശം എന്ന പദം ഉൾക്കൊള്ളുന്ന സംഘടനകളുടെ പ്രവർത്തനം നിരോധിച്ചുകൊണ്ടുള്ള പല സംസ്ഥാന സർക്കാരുകളുടെയും പോലീസ് ഉത്തരവ് മനുഷ്യാവകാശ സംരക്ഷണ നിയമവിരുദ്ധമാകയാൽ പിൻവലിക്കണമെന്ന് ദേശീയ മനുഷ്യാവകാശ സമിതി തെൻകാശിക്കടുത്തുള്ള രാജപാളയത്തിൽ വെച്ച് നടത്തിയ അഖിലേന്ത്യാ അംഗത്വ പ്രചാരണ സമ്മേളനം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മനുഷ്യാവകാശ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഇത്തരം ഉത്തരവുകൾക്ക് നിയമസാധുതയില്ലെന്ന് സമ്മേളനം വിലയിരുത്തി. പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകനും റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടറുമായ ആദി നാരായണൻ അംഗത്വ പ്രചാരണം ഉദ്ഘാടനം ചെയ്തു. ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു. enacted. Human rights laws should be formed. മനുഷ്യാവകാശ നിയമം എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാക്കണം. അല്ലാത്ത രാജ്യങ്ങളെ UN അംഗീകരിക്കുക. On the basis of that, here also in India also in 1993, Human Rights Act is formed and now it is. സർക്കാർ അധികാരികൾ തന്നെ മനുഷ്യാവകാശ ധ്വംസന നടപടികളെടുക്കുന്നത് മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഭീഷണിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. മനുഷ്യാവകാശ പ്രവർത്തന സംഘടനകളെ നിരുത്സാഹപ്പെടുത്തുന്ന തമിഴ്നാട് പോലീസ് കമ്മീഷണറുടെ ഉത്തരവ് തികച്ചും മനുഷ്യാവകാശ വിരുദ്ധമാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. മനുഷ്യാവകാശങ്ങൾ ഒരു ദേശത്തിന്റെയോ രാജ്യത്തിന്റെയോ പരിധിക്കുള്ളിൽ മാത്രം വരുന്നതല്ലെന്നും അത് ആഗോളപരമായി എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ലഭ്യമാകേണ്ടതാണെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. ദേശീയ സംസ്ഥാന ഭാരവാഹികളായ പ്രൊഫസർ VA വർഗീസ്, S ശിവൻകുമാർ ട്രിച്ചി, അഡ്വക്കേറ്റ് ദിലീപ് ചെറിയനാട് എന്നിവർ പ്രസംഗിച്ചു. മനുഷ്യാവകാശ സംരക്ഷണം ഇന്ത്യയിൽ എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് TS മായദാസ് മുഖ്യപ്രഭാഷണം ചെയ്തു. രാജ്യത്ത് മനുഷ്യാവകാശ ധ്വംസനങ്ങൾ വർദ്ധിച്ചു വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജീവിക്കാനുള്ള അവകാശം പോലും വേണ്ട വിധത്തിൽ സംരക്ഷിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കഴിയുന്നില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. 539 കൊല്ലം പിന്നാടി സൈപ്രസ് അതേ ഒരു സിലിണ്ടറിലെ പോട്ട് കൊഞ്ചം അവകാശമെല്ലാം എഴുതി അടിമകളെല്ലാം സ്വതന്ത്രമാക്കി വിട്ട് അടിമകളെ വിൽക്കുന്നതും വാങ്ങുന്നതും ഇടപാടെല്ലാം മാറ്റി സ്ലൈവറി മാറ്റി கிறிஸ்துவுக்கு 539 കൊല്ലം 2539 കൊല്ലം പിന്നാടി இந்த மனிதர் உரிமை എന്ന് ചൊല്ലി ഒരു ഐഡിയ இந்த നാട്ടിൽ ഉണ്ടായി. അതിനുശേഷം ഒരുപാട് മസാക്കേഴ്സ് ഇങ്ങ ജാത്തോമ്പ ചൊല്ലിയ വേൾഡ് വാറിൽ ഒരുപാട് മസാക്കേഴ്സ് നടന്നു. ഒരുപാട് ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, ഒരുപാട് മസാക്കേഴ്സ്. ആൻഡമാൻ നിക്കോബാറിലെ കൂടി 100 ആളുകളെ പിടിച്ച് അപ്പടിയേ കടലിലെ പോട്ടാവോ ഇന്ത്യൻ ഓഷ്യനിലെ ആളുകളെ കൊല്ലത്, ആളുകളെ തീവെക്കുന്നത് എല്ലാം നമ്മുടെ നാട്ടിൽ നടന്നത്. സിഖ് കലാപം, സിഖ് റൈറ്റ്സ് 1984. അഡ്വക്കേറ്റ് V നായകമൂർത്തി, ദേവകി ചെമ്പുക്കാട്ട്, B ഗോപാലകൃഷ്ണൻ, A ശേഖർ, E സുമതിക്കുട്ടി, ശക്തിവേൽ, ബാലസുബ്രഹ്മണ്യൻ, G ഗണേശൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ജനറൽ സെക്രട്ടറി K നന്ദകുമാർ അംഗത്വ വിതരണം നടത്തി. ട്രഷറർ ഉഷ രാമചന്ദ്രൻ തിരിച്ചൽ കാർഡ് വിതരണം ചെയ്തു. ഉദ്ഘാടകൻ ആദി നാരായണൻ, സംഘടനാ ഭാരവാഹികളായ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ, K നന്ദകുമാർ, ജോർജ് തോമസ്, ഉഷ രാമചന്ദ്രൻ, പ്രൊഫസർ VA വർഗീസ്, N കാളിമുത്തു, അഡ്വക്കേറ്റ് ദിലീപ് ചെറിയനാട്, S ശിവകുമാർ എന്നിവരെ ചടങ്ങിൽ വെച്ച് ഷാൾ അണിയിച്ച് ആദരിച്ചു. കൃഷ്ണവേണിയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച സമ്മേളനത്തിൽ നാഷണൽ കോഓർഡിനേറ്റർ ജോർജ് തോമസ് സ്വാഗതവും പ്രോഗ്രാം കൺവീനർ N കാളിമുത്തു നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.